കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം സാൻമാർഗിക വികാസത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ പിയാഷയുടെ സിദ്ധാന്തമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ലോറൻസ് കോൾബർഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട സിദ്ധാന്തം പഠിക്കും. പിയാഷയുടെ തിയറി കാണാത്ത ആൾക്കാർ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതാണ് ലോറൻസ് കോൾബർഗ്. ഇദ്ദേഹം നൈതിക വികാസത്തെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചു. എന്തൊക്കെയാണ് നമുക്ക് നോക്കാതെ. ഒന്നുമില്ല, അത് നിങ്ങൾക്ക് എളുപ്പം ഓർക്കാൻ. അതായത് മോറൽ ഡെവലപ്മെൻറ്റ് അഥവാ സാൻമാർഗിക വികാസം ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള ഘട്ടം, പിന്നെ ഉണ്ടായ ഘട്ടം, പിന്നെ ഉണ്ടായതിന് ശേഷമുള്ള ഘട്ടം. മുമ്പ്, ഇപ്പോൾ, ശേഷം. നമ്മൾ മുൻപ് എന്നുള്ളതിന് പ്രാഗ് എന്ന് അല്ലെങ്കിൽ പ്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ. അപ്പോൾ എന്താ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് അല്ലേ, അഥവാ പ്രാഗ് യാഥാസ്ഥിതിക സദാചാരഘട്ടം. പിന്നെ ആ മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഘട്ടത്തെ എന്താ വിളിക്കുക? കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, യാഥാസ്ഥിതിക സദാചാര ഘട്ടം. അപ്പോൾ അതിന് ശേഷമുള്ള എന്തായിരിക്കും? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, യാഥാസ്ഥിതിക സദാചാര ഘട്ടം, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആൻഡ് പാസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവയൊക്കെ എന്താ. സദാചാര വികാസത്തെക്കുറിച്ചല്ലേ നമ്മളിവിടെ സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞുകുട്ടി, അവൻ്റെ നന്മയും തിന്മയും എന്താണ്? നിങ്ങൾ ഇപ്പോൾ ഒരു ചിത്രം കാണുന്നില്ലേ? മലയാളത്തിലെ പ്രശസ്തമായൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. അതിൽ നകുലനും ഗംഗയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നമുക്ക് ഈ സിദ്ധാന്തവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. ഈ ഗംഗ ഒരു കുഞ്ഞു കുട്ടിയാണ് കരുതൂ. അപ്പോൾ നകുലനാണെങ്കിലോ ഒരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ് അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകണ്ട. അപ്പോൾ ഗംഗ എന്ത് ചെയ്യും? അനുസരിക്കോ ഇല്ലയോ? അനുസരിക്കും. എന്തുകൊണ്ടാണ് ഗംഗ അനുസരിച്ചത്? ഈ നകുലൻ്റെ കയ്യിലുള്ള ഈ വടിയാണ് പ്രശ്നം. അവൾ പേടിച്ചിട്ട് അടി കിട്ടാണ്ടിരിക്കാൻ അനുസരിച്ചു. സദാചാര വികാസം ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള ഘട്ടമാണിത്. ശിക്ഷയെ ഭയന്നിട്ട് അനുസരിക്കുന്ന ഘട്ടം, പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. പിന്നെ നോക്കൂ, അടുത്ത സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഗംഗ അല്പം കൂടെ വലുതായി. ഈ പറഞ്ഞ നകുലൻ്റെ അടുത്ത് വടിയൊന്നുമില്ല. അപ്പോൾ നകുലൻ പറയുന്നു ഗംഗ ഇപ്പോൾ പോകണ്ട. അപ്പോൾ ഗംഗ എന്തായിരിക്കും പറയുക? ഗംഗ പറയും ശരി നകുലേട്ടാ, ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ പറഞ്ഞത്? നകുലൻ്റെ കയ്യിൽ വടിയൊന്നുമില്ല. പക്ഷേ ഗംഗ ചിന്തിക്കുകയാണ്, ഗംഗയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്കാർ ചിന്തിക്കുകയാണ്, ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? ഇയാളുടെ ഇംപ്രഷൻ പോകും, ഞാനൊരു മോശം കുട്ടിയാന്ന് ചിന്തിക്കും. അങ്ങനെ ഇങ്ങേരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി അനുസരിക്കുന്നു. ഇതാണ് ഈ യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൻ്റെ പ്രത്യേകത. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അനുസരിക്കുന്ന ഘട്ടമാണിത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലത്തെ വലിയ ഗംഗയും നകുലനുമായി. അപ്പം നമ്മൾ കണ്ടു എന്താ? നകുലൻ പറഞ്ഞു ഗംഗ ഇപ്പോൾ പോകണ്ട. അപ്പോൾ ഗംഗ എന്താ പറഞ്ഞേ? അതെന്താ, ഞാൻ ഇവിടുന്ന് പോയാൽ ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ, വിടമാട്ടെ എന്നൊക്കെ ചോദിച്ചില്ലേ. അതെന്താ? അത് ലാസ്റ്റ് ഘട്ടമാണ്, യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. അവിടെ ശിക്ഷയെ ഭയന്ന് അനുസരിച്ചില്ല, ബോധ്യപ്പെടുത്താൻ അനുസരിച്ചില്ല, തൻ്റെ മനസാക്ഷിക്ക് ഉചിതമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കുകയും അല്ലാത്തത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൽ കുട്ടിയുടെ നൈതികതയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് ശിക്ഷയും അനുസരണയും. ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം കുട്ടി അനുസരിക്കുന്നു. അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ കുട്ടി എന്ത് ചെയ്താലും തനിക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ തനിക്ക് മാനസികമായൊരു സന്തോഷം വേണം, അല്ലെ പ്രശംസ വേണം, അംഗീകാരം വേണം, എന്തോ ആയിക്കോട്ടെ, തനിക്ക് മെച്ചമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ കുട്ടി ചെയ്യുകയുള്ളൂ. അതായത് ഈ കുട്ടി വളരെ പ്രാക്ടിക്കലാണ്. അതുകൊണ്ടാണ് പ്രായോഗികമായ ആപേക്ഷികത്വം എന്നും ഈ ഘട്ടത്തെ വിളിക്കുന്നത്. അപ്പോൾ പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൽ കുട്ടിയുടെ നൈതികതയെ നിർണ്ണയിക്കുന്ന 2 കാര്യം: ഒന്ന് ശിക്ഷയും അനുസരണയും, 2 പ്രായോഗികമായ ആപേക്ഷികത്വം. സെറ്റല്ലേ? അടുത്തത് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. ഇവിടെയും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അന്തർവൈയക്തിക സമുന്നയ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി അനുസരിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഘട്ടമാണ് അന്തർവൈയക്തിക സമുന്നയ ഘട്ടം. ഈ ഘട്ടത്തിലെ കുട്ടിക്ക് പ്രധാനമായും 2 ഓറിയന്റേഷൻസ് ഉണ്ടാവും. ഒന്ന്
ഗുഡ് ബോയ് ഓറിയന്റേഷൻ, ഒന്ന് നൈസ് ഗേൾ ഓറിയന്റേഷൻ. എന്താണ്, ആരെങ്കിലും നമ്മളെ ഗുഡ് ബോയ് എന്ന് വിളിച്ചാൽ മതി, അത് കേൾക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. നൈസ് ഗേൾ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. വലിയ ആത്മാർത്ഥതയൊന്നുമില്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഒരു ഏട്ടനും അനിയനും കൂടെ മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വരുന്നു. ഏട്ടൻ എന്ത് ചെയ്യുന്നു, തൻ്റെ കയ്യിലെ കളിപ്പാട്ടം അനിയനോട് പറയും, കളിച്ചുകൊണ്ട് കൊടുക്കുന്നു. ഇത് കണ്ട അച്ഛന് ഭയങ്കര സന്തോഷവും, ഭയങ്കരമായിട്ട് വിട്ടുകൊടുക്കുന്ന മകൻ. അടുത്ത് ഈ പറഞ്ഞ അച്ഛൻ അകത്തേക്ക് പോകുമ്പോൾ സീന് മാറി. എന്ത് ചെയ്യും, ഈ കളിപ്പാട്ടം തട്ടിപ്പറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആത്മാർത്ഥതല്ല, അച്ഛൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി, നല്ല പിള്ള ചമയാൻ വേണ്ടി ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഘട്ടമാണ് അന്തർവൈയക്തികം അല്ലേ, ഇന്റർപേഴ്സണൽ കോൺകോർഡന്റ് ഓറിയന്റേഷൻ. അന്തർവൈയക്തികം എന്ന് പറഞ്ഞാൽ ഗുഡ് ബോയ് ഓറിയന്റേഷൻ, നൈസ് ഗേൾ ഓറിയന്റേഷൻ, ബോധ്യപ്പെടുത്തുന്ന ഘട്ടം. അടുത്തത് സാമൂഹിക സുസ്ഥിതി പാലനം എന്ന് പറഞ്ഞാൽ, സുസ്ഥിതി പാലനം, ആ വാക്ക് ശ്രദ്ധിക്കണം. സൊസൈറ്റിയിലെ ലിഖിതവും അലിഖിതവുമായ എല്ലാ നിയമങ്ങളും അനുസരിക്കും. എന്തിനു വേണ്ടിയിട്ടാ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അല്ലേ, ഒരു ഷോ കാണിക്കാൻ വേണ്ടി. ഇതാണ് സാമൂഹിക സുസ്ഥിതി പാലനം. അപ്പം യാഥാസ്ഥിക സദാചാര ഘട്ടത്തിൽ കുട്ടിയുടെ സദാചാര ബോധത്തെ നിർണ്ണയിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന് അന്തർവൈയക്തിക സമന്വയവും, രണ്ട് സാമൂഹിക സുസ്ഥിതി പാലനവും. പിന്നെ ലാസ്റ്റ് ഘട്ടം യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷൻ മൊറാലിറ്റി സ്റ്റേജ്. ഇവിടെയും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സാമൂഹികം, നിയമപരം. നോക്കൂ, സാമൂഹികം, നിയമപരം. നേരത്തെ നമ്മൾ സാമൂഹിക സുസ്ഥിതി പാലനം എന്ന് പറഞ്ഞു, അത് സൊസൈറ്റിയിലെ എല്ലാ നിയമങ്ങളും പാലിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല. സാമൂഹികം, നിയമപരം എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലെ ചില നിയമങ്ങൾ തനിക്ക് ആവശ്യമാണോ എന്ന് തീരുമാനിക്കും, എന്നിട്ടത് പാലിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യും അല്ലേ. എന്ന് പറഞ്ഞാൽ തൻ്റെ മനസാക്ഷിയാണ് ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. അങ്ങനെ മനസാക്ഷിക്ക് അനുചിതമായത് മാത്രം ചെയ്യുന്ന ഘട്ടം. ചിലത് അംഗീകരിക്കും, ചിലത് വയലേറ്റ് ചെയ്യും. ഇതാണ് സാമൂഹികം, നിയമപരം. സോഷ്യൽ ഓറിയന്റേഷൻ, ലീഗൽ ഓറിയന്റേഷൻ. ഇനി ലാസ്റ്റത്തത് സാർവജനീന സദാചാര ഘട്ടം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയന്റേഷൻ. എന്ന് പറഞ്ഞാൽ ഈ വാക്കത്തുണ്ട് സാർവജനീനം, അത് ഒരു ഉയർന്ന ചിന്താഗതിയാണ്. വസുദൈവ കുടുംബകം എന്നൊക്കെ ഒരു ചിന്തയില്ലേ, അതായത് സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരെയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് സാർവജനീന സദാചാര ഘട്ടം. സാൻമാർഗിക വികാസത്തിന്റെ ഏറ്റവും എക്സ്റ്റൻഡ് ലെവലാണത്. ഒരു മുതിർന്ന കുട്ടിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ, മുതിർന്ന വ്യക്തിക്ക് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ വസുദൈവ കുടുംബകം എന്ന ചിന്ത ഏത് ഘട്ടത്തിലാണ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സാർവജനീന സദാചാര ഘട്ടം. എന്താ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാല്, ലോകത്തിലെ എല്ലാ ആൾക്കാരും തൻ്റെ ആൾക്കാരാണ്, എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ് എന്ന ചിന്തയാണ് വസുദൈവ കുടുംബകം. അത് ഉടലെടുക്കുന്ന ഘട്ടം ഏതാ, സാർവജനീന സദാചാര ഘട്ടം കേട്ടോ. അപ്പം യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടത്തിൽ സാൻമാർഗിക വികാസത്തെ നിർണ്ണയിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്നെന്താ സാമൂഹികം, നിയമപരം; രണ്ടെന്താ സാർവജനീന സദാചാര ഘട്ടം കേട്ടോ. അപ്പം ഇങ്ങനെ മൊത്തം 6 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്രാക് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, അവിടെ 2 പോയിന്റുകൾ: ഒന്ന് ശിക്ഷയും അനുസരണയും, 2 പ്രായോഗികമായ ആപേക്ഷികത്വം. പിന്നെ രണ്ടാമത്തത് യാഥാസ്ഥിതിക സദാചാര ഘട്ടം, അവിടെയും 2 പോയിന്റ്: ഒന്ന് അന്തർവൈയക്തിക സമന്വയം, 2 സാമൂഹിക സുസ്ഥിതി പാലനം, 3 യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം, അവിടെയും 2 പോയിന്റ്: ഒന്ന് സാമൂഹികം, നിയമപരം, 2 സാർവജനീന സദാചാര ഘട്ടം. ഇങ്ങനെയാണ് കോൾബർഗ് തൻ്റെ നൈതിക വികാസ സിദ്ധാന്തം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുപഠിക്കുക. പരീക്ഷയ്ക്ക് നിരന്തരം വരുന്ന ഭാഗമാണ്. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.